നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക. നിങ്ങൾ രാവിലെ ഉണർന്നിട്ട് മുടി ചീവി ഒതുക്കുന്ന സമയത്ത് നിങ്ങളുടെ തലമുടിയെല്ലാം പറഞ്ഞ് കയ്യിലേക്ക് വന്നാൽ എങ്ങനെയുണ്ടാവും? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മഹാരാഷ്ട്രയിലെ ബുൽദാന എന്ന ഗ്രാമത്തിലെ ഗ്രാമീണർക്കുണ്ടായ ഒരു അനുഭവമാണത്. അവിടെയുള്ള കുറേയധികം ആളുകളുടെ മുടി പെട്ടെന്ന് കൊഴിഞ്ഞു പോകാൻ തുടങ്ങി. കുറേ പേരൊക്കെ കഷണ്ടിയാവുകയും ചെയ്തു. കൊച്ചുകുട്ടികൾ, സ്ത്രീകൾ, പുരുഷന്മാർ, അതേപോലെ പ്രായമുള്ള ആളുകൾക്കൊക്കെ ഈ അനുഭവം ഉണ്ടായിരുന്നു. മുടി കൊഴിച്ചിൽ മാത്രമല്ല, അവർക്ക് സ്കിന്നിൽ ചൊറിച്ചിലും അതുപോലെ നഖം പൊടിഞ്ഞു പോകുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു. ഈ അസുഖം വന്ന ആളുകളുടെയൊക്കെ രക്തം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ രക്തത്തിൽ സെലീനിയത്തിന്റെ അളവ് കൂടുതലാണെന്ന് കണ്ടെത്തി. അത് മാത്രമല്ല, അവർ കഴിച്ചുകൊണ്ടിരുന്ന ഗോതമ്പിലും സെലീനിയത്തിന്റെ അളവ് കൂടുതലാണെന്നാണ് മനസ്സിലാക്കിയത്. സാധാരണ 1 കിലോ ഗോതമ്പിൽ 0.1 മില്ലിഗ്രാം മുതൽ 1.9 മില്ലിഗ്രാം സെലീനിയമേ പാടുള്ളൂ. എന്നാൽ അവർ കഴിച്ചുകൊണ്ടിരുന്ന ഗോതമ്പിൽ 14.52 മില്ലിഗ്രാം സെലീനിയമാണ് ഉണ്ടായിരുന്നത്. അതായത് അനുവദനീയമായ അളവിനേക്കാളും വളരെ വളരെ കൂടുതൽ. സെലീനിയം കൂടുതൽ അടങ്ങിയിട്ടുള്ള ഗോതമ്പ് കഴിച്ച ആളുകൾക്കാണ് ഈ മുടികൊഴിച്ചൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത്. സെലീനിയം നമ്മുടെ ബോഡിയിൽ ധാരാളം ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ റിപ്രൊഡക്റ്റീവ് ഓർഗൻസിന്റെ ഹെൽത്തിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തൈറോയിഡിന്റെ ഫംഗ്ഷൻ നല്ലപോലെ നടക്കാൻ സഹായിക്കും. കൂടാതെ നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടാനും സഹായിക്കുന്ന ഒന്നാണ് സെലീനിയം. പക്ഷേ സെലീനിയം കൂടുതൽ അളവിൽ അവരുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് ധാരാളം ദോഷങ്ങൾ ഉണ്ടാക്കി. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബോഡിക്ക് ധാരാളം ന്യൂട്രിയൻസിന്റെ ആവശ്യമുണ്ട്. പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, മിനറൽസ്, അതുപോലെ ഒമേഗ 3 ഫാറ്റി ആസിഡ് പോലുള്ള പലതും. എന്നാൽ ഇവയെല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള അളവിനേക്കാളും കൂടുതൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കുക.